പ്രൈസ് ദി ലോർഡ്. നല്ല സന്തോഷത്തോടെ പ്രൈസ് ദി ലോർഡ്, ആഹ്ലാദത്തോടെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ ഒരു ദിവസമാണിന്ന്. ഈശോയ്ക്ക് പ്രതിഷ്ഠിതമായ ഒരു ദിവസം, ഒരു മാസം ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈശോയ്ക്ക് പ്രതിഷ്ഠിതമായ ഒരു തിരുഹൃദയ വെള്ളിയാഴ്ച മാത്രമല്ല, ജീവിതത്തിലെ ഓരോ നിമിഷവും യേശുവിന് പ്രതിഷ്ഠിതമായി തീരുവാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ കന്യാമറിയം നമ്മോട് പറയുന്നത്. പ്രാർത്ഥനാ വേളയിൽ എന്തുകൊണ്ടാണ് യേശുവിനെ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാൻ സാധിക്കാത്തത്, എന്തുകൊണ്ടാണ് യേശുവിന് നമ്മൾ സ്വന്തമാകാൻ സാധിക്കാത്തത് എന്ന് പരിശുദ്ധ കന്യാമറിയം വെളിപ്പെടുത്തിയ 3 വെളിപ്പെടുത്തലുകൾ നിങ്ങൾക്ക് തരികയാണ്. ഒന്ന്, ലോകത്തിന്റെ അരൂപിയാണ് യേശുവിനെ രാജാവായി സ്വീകരിക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നത്. 2, ആത്മീയമായ ജ്ഞാനമില്ല എന്നുള്ളതാണ്. 3, മറിയത്തെയും യേശുവിനെയും അറിയുവാൻ സമയം കൊടുക്കുന്നില്ല. 3 കാര്യങ്ങളാണ്. ലോകാരൂപി ത്യജിച്ചാൽ, ആത്മീയമായ ജ്ഞാനം നേടിയാൽ, പരിശുദ്ധ കന്യാമറിയത്തെയും യേശുവിനെയും അറിഞ്ഞാൽ, നമ്മുടെ ഹൃദയം ഓരോ നിമിഷവും, ഓരോ മണിക്കൂറും, ഓരോ ദിവസവും യേശുവിനായി നമ്മൾ കാഴ്ചവെക്കും. വർദ്ധകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താണ് ലോകത്തിന്റെ അരൂപി എന്ന് വളരെ വ്യക്തമായി വചനത്തിൽ പറയുന്നുണ്ട്. മാംസത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹങ്കാരം. മാംസത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹങ്കാരം, ഇതാണ് ലോകത്തിന്റെ അരൂപി എന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ അരൂപി വന്ന് നിറയുമ്പോൾ ദൈവ നിയമത്തെ ധിക്കരിക്കുക, വ്യക്തികളെ ദുരുപയോഗിക്കുക, ചില വ്യക്തികളെയും സ്ഥലങ്ങളെയും ചില വസ്തുക്കളെയും ഹൃദയത്തിൽ കൊണ്ട് നടക്കുക, അതാണ് നിന്റെ ആഡംബരം എന്ന് പറയുന്നത്. ലോകത്തിന്റെ അരൂപിയുടെ ആഡംബരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ലോകാരൂപിയെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാൻ സാധിക്കൂ. അപ്പോൾ മാത്രമേ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മഹത്വവും വിലയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ആദ്യമായി കരങ്ങളെടുത്തതും അവസാനമായി കരങ്ങളെടുത്തതും പരിശുദ്ധ കന്യാമറിയമാണ്. ലോകത്തിന്റെ അരൂപി ഏതെങ്കിലും ഹൃദയത്തിലോ ഏതെങ്കിലും കുടുംബങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു മാതാവ് ഒന്നാം തരം ഒരു മൂശയാണ്. ഈ മൂശയിലേക്ക് നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുത്താൽ മറിയത്തിന്റെ ആന്തരികമായിരിക്കുന്ന സൗന്ദര്യം ഈ നോമ്പ് കാലഘട്ടത്തിൽ, 8 നോമ്പ് കാലഘട്ടത്തിൽ മാതാവ് നമ്മൾ വളർത്തി തരും. മാതാവിനെ നാം കണ്ടു പഠിക്കണം. നമ്മുടെ ലോകാരൂപി വിട്ടുപോകും. എന്താണ് മാതാവിൽ തിളങ്ങിയിരുന്ന പുണ്യം? അത്യഗാധമായിരിക്കുന്ന എളിമ, സജീവമായ വിശ്വാസം, അന്ധമായ അനുസരണം, നിരന്തരമായ മാനസിക പ്രാർത്ഥന, സ്വയം പരിത്യാഗം, വീരോചിതമായ ക്ഷമ, ദൈവികമായ ജ്ഞാനം, ദൈവികമായ പരിശുദ്ധി. ഇതാണ് അമ്മയോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ കന്യാമറിയം നമുക്ക് തരുന്ന സുഹൃതങ്ങൾ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈ 8 നോമ്പിന്റെ കാലഘട്ടത്തിൽ ഒന്നാമത്തെ വെളിപ്പെടുത്തൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഇതാണ്. 1000 വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളെക്കാൾ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഒരു നെടിവീർപ്പ് പിശാചിന് ഞെട്ടലുണ്ടാക്കും. വിശുദ്ധന്മാരുടെ രാജ്ഞിയാണ് മാതാവ്. 1000 വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളെക്കാൾ മാതാവിന്റെ ഒരു നെടിവീർപ്പ് പിശാചിന് ഞെട്ടലുണ്ടാക്കും. കാരണം എന്താണെന്ന് അറിയാമോ? ലൂസിഫർ അഹങ്കാരം കൊണ്ട് നഷ്ടപ്പെടുത്തിയത് മാതാവ് എളിമയാൽ കരസ്ഥമാക്കി എന്നുള്ളതാണ്. ഹവ്വ അനുസരണക്കേടിൽ കളഞ്ഞു കുളിച്ചത് വിധേയത്വം വഴി മാതാവ് നേടിയെടുത്തു. അതുകൊണ്ടാണ് 1000 വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളെക്കാൾ മാതാവിന്റെ
ഒരു നെടുനിശ്വാസനം പിശാചിന് ഞെട്ടലുണ്ടാക്കും. കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം കൂടി വെളിപ്പെടുത്തുകയാണ്. മാതാവിന്റെ ഒരു ചെറിയ ആഗ്രഹം പോലും യേശു ആജ്ഞയായിട്ടാണ് സ്വീകരിക്കുക. നീ മാതാവിന് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും നിസ്സാരമായ ഒരു ത്യാഗമുണ്ടല്ലോ, അത് കർത്താവ് കാണുന്നുണ്ട്. മാതാവ് ചെയ്തു കൊടുക്കുന്ന മാതാവിന്റെ ചെറിയൊരു ആഗ്രഹം യേശു ആജ്ഞയായിട്ട് എടുക്കും. മാതാവിന് ചെയ്തു കൊടുക്കാത്ത ഒരു കൊച്ചു കാര്യം അത് യേശുവിന്റെ പക്കലേക്ക് മാതാവ് അറിയിക്കുന്നുണ്ട്. വെറുതെ കരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യകാലങ്ങളിൽ, അവസാന നാളുകളിൽ പൂർവാധികം മാതാവ് അറിയപ്പെടുവാനും, മാതാവ് ആദരിക്കപ്പെടുവാനും, മാതാവ് ബഹുമാനിക്കപ്പെടുവാനും പിതാവായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഗ്രഹത്തിന് ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ചാൽ ദൈവം അവിടെ കാര്യത്തിൽ ഇടപെടും. കാരണം ദൈവത്തിന്റെ പ്രിയ പുത്രിയാണ് മാതാവ്. യേശുവിന്റെ പ്രിയപ്പെട്ട അമ്മയാണ് പരിശുദ്ധ കന്യാമറിയം. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ്. കണ്ടോ, ത്രിത്വൈക ദൈവം മുഴുവൻ ഇന്ന് കിരീടധാരണ സമയത്തും മാതാവിന്റെ പ്രദക്ഷിണ സമയത്തും ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹം അമ്മയിലേക്ക് ഒഴുകി അമ്മയുടെ ശിരസിലേക്ക് കിരീടം വെക്കുന്ന ഓരോ കുഞ്ഞിലേക്കും, ഓരോ കുടുംബത്തിലേക്കും, ഓരോ തറവാട്ടിലേക്കും ഒഴുകുന്ന ഒരു മനോഹരമായ കാഴ്ച എന്റെ ഹൃദയത്തിൽ കണ്ടുകൊണ്ടാണ് ആദ്യമായി മാതാവിന്റെ ശിരസിൽ കിരീടധാരണം നടത്തിയത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, മാതാവ് എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ നീരുറവ പൊട്ടി പുറപ്പെടും. മാതാവ് എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവിടെയൊക്കെ കുഞ്ഞുങ്ങളുടെ സമൃദ്ധി ഉണ്ടാകും. മാതാവ് എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ നീരുറവ പൊട്ടി പുറപ്പെടും. മാതാവ് എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ കുഞ്ഞുങ്ങളുടെ സമൃദ്ധി ഉണ്ടാകും. വചനം വായിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുലിഖിതം പ്രസ്താവിക്കും പോലെ ജീവജലത്തിന്റെ അരുവികൾ പൊട്ടിപ്പുറപ്പെടും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളിൽ അത്ഭുതകരമായ ഗർഭധാരണ ശക്തി ഉണ്ടാകും. ജെറുസലം വചന കൂടാരത്തിലെ കഴിഞ്ഞുപോയ 16 വർഷങ്ങളിലായി 2300-ലധികം കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് വിധി എഴുതിയ ദമ്പതിമാർക്ക് ആരാ കുഞ്ഞുങ്ങളെ നൽകിയത്? ഈ അമ്മയുടെ തിരുസ്വരൂപം, ഈ അമ്മയുടെ ആന്തരികമായ സുഹൃതം, ഈ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന പിതാവിന്റെ പക്കലേക്ക് എത്തിച്ച് അവർക്ക് സന്താനങ്ങൾ നൽകിയതാണ്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിത രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയും, ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ അടിയാട്ടി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇതാണ് മാതാവിന്റെ ഏറ്റവും വലിയ അത്ഭുത രഹസ്യം.